ദൈവനാമം മഹത്വപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്ന ഈ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവർ, കർത്താവിന്റെ ദാസൻ വേഗം വരുന്ന യേശു കർത്താവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹം അറിയിക്കുന്നു. സമാഗമന കൂടാരം എന്ന് പറഞ്ഞാൽ ആലയ, അല്ലെങ്കിൽ ദൈവവും മനുഷ്യനും, ദൈവം വരുന്നിടത്ത് മനുഷ്യൻ ഇറങ്ങി വരിക, അല്ലെങ്കിൽ മനുഷ്യന് ദൈവത്തോട് ഇടപെടുവാനുള്ള മധ്യസ്ഥതയാണ് സമാഗമന. ഒരു ദൈവത്തിൽ സമാഗമന കൂടാരം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ടോട്ടലി വരുമ്പോൾ മനസ്സിലായി. യോഹന്നാന്റെ സുവിശേഷം എന്ന് പറയുന്നത് ഒരു സമാഗമന കൂടാരം പോലെ. യോഹന്നാന്റെ സുവിശേഷം ആദ്യത്തെ 13 അധ്യായങ്ങൾ പ്രാകാരത്തിന് നിഴലില്ല. യേശു ഉണ്ട്, 12 ശിഷ്യന്മാരുണ്ട്, ലോക മക്കൾ എല്ലാവരും ഉണ്ട്. പക്ഷെ 13-ാം അധ്യായം മുതൽ 16-ാം അധ്യായം വരെ യേശുവും ശിഷ്യന്മാരും മാത്രം. അത് വിശുദ്ധ സ്ഥലത്തിന് നിഴലാണ്. 17-ാം അധ്യായം മുതൽ ഉള്ള വാക്യം, യേശുക്രിസ്തു ശിഷ്യന്മാരിൽ നിന്ന് വേർതിരിഞ്ഞു, മഹാപുരോഹിതൻ അന്തർമന്ദിരത്തിലേക്ക് പ്രവേശിച്ചു. മനസ്സിലായല്ലോ? ഞാനിങ്ങനെ എല്ലാം ഒന്ന് വിശദീകരിക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. എന്നെക്കൊണ്ട് കഴിയുന്നത്ര നീങ്ങത്തേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ യോഹന്നാന്റെ സുവിശേഷം സമാഗമന കൂടാരത്തിന്റെ ഒരു നിഴലാണ്. അതുപോലെ സമാഗമന കൂടാരത്തെക്കുറിച്ച് 10 ആലയങ്ങളുണ്ട് ഇതിന്റെ നിഴലായി. എനിക്ക് എല്ലാം കൂടെ ഒക്കെ സംസാരിച്ച് നിങ്ങളെ തെളിയിച്ചു വരണം. അപ്പം സമയം അങ്ങനെ പോകും. അതുകൊണ്ട് ഞാൻ വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം മാത്രം സംസാരിച്ച് അവസാനിപ്പിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് സ്വതം ഇബ്രാഹിം ലേഖനം 9-ാം അധ്യായം എടുത്തേ, ഒന്നോട്ടൊന്ന് വായിച്ച്. എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുമുള്ള ചട്ടങ്ങളും ലൗകികമായ വിഷ്ണുമന്ദിരവും ഉണ്ടായിരുന്നു. ഒരു കൂടാരം ചമച്ചു, അതിന്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു. നമുക്ക് അതിന് വിശുദ്ധ സ്ഥലം എന്ന് പേർ. നിങ്ങള് അപ്പോ അവിടെ 2 ഉപകരണങ്ങളെ പറയുന്നുള്ളൂ. 3-ാമത്തെ ഉപകരണമാകുന്ന ധൂപപീഠം അതിപരിശുദ്ധ സ്ഥലത്തായിരിക്കുന്നതായിട്ടാണ് കാണിച്ചേക്കുന്നത്. നിങ്ങൾ ആ ഭാഗത്ത് നോക്കിയിട്ട് ധൂപപീഠത്തിൽ നിന്ന് നമുക്ക് തിരിഞ്ഞു വരാമല്ലോ. പുറപ്പാട് ദിവസം 30-ാം അധ്യായം എടുത്തി ഒന്നുകൊണ്ടൊന്ന് വായിച്ച്. പുറപ്പാട് ദിവസം 30-ന്റെ ഒന്നുകൊണ്ടൊന്ന് വായിച്ച്. ധൂപം കാട്ടുവാൻ ഒരു ധൂപപീഠവും ഉണ്ടാക്കണം. മധുരമരം കൊണ്ട് അത് ഉണ്ടാക്കണം. അത് 1 മുഴം നീളവും 1 മുഴം വീതിയുമായി സമചതുരവും 2 മുഴം ഉയരവുമായിരിക്കണം. അതിന്റെ കൊമ്പുകൾ അതിൽ തന്നെ ആയിരിക്കണം. അതിന്റെ മേൽപ്പലകയും ചുറ്റും അതിന്റെ പാർശ്വങ്ങളും കൊമ്പുകളും ഇങ്ങനെ അത് മുഴുവനും തങ്കം കൊണ്ട് പൊതിയണം. അതിന് ചുറ്റും പൊന്നുകൊണ്ടൊരു വക്കും ഉണ്ടാക്കണം. ചുമക്കേണ്ടതിന് തണ്ട് ചെലുത്തുവാൻ അതിന്റെ വക്കിന് കീഴെ ഇരുപുറത്തും 2 പൊൻവളയം ഉണ്ടാക്കണം. അതിന്റെ 2 പാർശ്വത്തിലും അവയുണ്ടാക്കണം. തണ്ടുകൾ ഖദിരമരങ്ങൾ ഉണ്ടാക്കി പൊന്നു പൊതിയണം. സാക്ഷ്യപ്പെട്ടകത്തിന്റെ മുൻപിലും ഞാൻ നിനക്ക് വെളിപ്പെടുവാനുള്ള ഇടമായി സാക്ഷ്യത്തിന്മീതെയുള്ള കൃപാസനത്തിന്റെ മുൻപിലും ഇരിക്കുന്ന തിരശ്ശീലയ്ക്ക് മുൻപാകെ അത് വെക്കണം. മനസ്സിലായല്ലോ? വിശുദ്ധ സ്ഥലത്ത് തന്നെ തിരശ്ശീലയ്ക്ക് അകത്തേക്ക് കയറുന്നതിന് മുമ്പ് തിരശ്ശീലയോട് ചേർത്ത് വെക്കണം. വായിച്ചു. അഹരോൻ അതിന്മേൽ സുഗന്ധധൂപം കാട്ടേണം. അവൻ ദിനംപ്രതി കാലത്ത് ദീപം തുടയ്ക്കുമ്പോൾ അങ്ങനെ ധൂപം കാട്ടേണം. അഹരോനെ അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ധൂപം കാട്ടാൻ പറ്റത്തുള്ളൂ. നമ്മൾ ആ വാക്യത്തെ നമ്മളെ പുതിയ നിയമത്തെ കൊണ്ടുവരാണെങ്കിൽ എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യമാണ് നമുക്കതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന പുതിയ നിയമത്തിലെ വാക്യം. ഏത് വാക്യമാ? താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാകുന്നു. ഈ പറഞ്ഞ ഭാഗം മഹാപുരോഹിതനെ കുറിച്ച് ഓർപ്പിക്കുന്ന മഹാപുരോഹിതൻ. നമ്മുടെ മഹാപുരോഹിതനാരാ? യേശു. ധൂപപീഠം പ്രാർത്ഥന അല്ലെങ്കിൽ മധ്യസ്ഥ അണയ്ക്കുന്ന വിഷയമാണ്. അപ്പൊ ഈ മധ്യസ്ഥ അണയ്ക്കാനായിട്ട് ആർക്കേ അനുവാദമുള്ളൂ? മഹാപുരോഹിതനെ. ഞാൻ നിങ്ങളെ 1-2 കാര്യം കാണിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്കത് ഇതിലേക്ക് കയറി ചെല്ലണമെന്നുള്ള ഇങ്ങനെ കൺഫ്യൂഷനാണ്. കാരണം ഈ ഒരു 10-30 ക്ലാസ്സെങ്കിലും എടുത്തതിലേക്ക് കുറഞ്ഞത് ഇതേക്കുറിച്ചുള്ള ഒരു റൗണ്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അതിനെ എടുത്ത് ഇതിനിങ്ങനെ കൊണ്ടുവരാൻ പോവാം. ഈ മഹാപുരോഹിതൻ എന്ന് പറയുന്ന ഒരാളെ ഉള്ളൂ. ഒരു സംവത്സരത്തെ മഹാപുരോഹിതൻ ഒരാളേ ഉള്ളൂ. യേശുക്രിസ്തുവിന്റെ കാലത്ത് മാത്രമേ ഉള്ളൂ 2 പേര് വന്നത്. അത് തെറ്റി വന്നതാ. അപ്പൊ ഒരു മഹാപുരോഹിതനെ അശുദ്ധനായാൽ സഭ മുഴുവനും
ഞാൻ നിങ്ങളെ ഒരു വാക്യം കൊണ്ടുവരാം, ശ്രദ്ധിക്കുക. മഹാപുരോഹിതൻ എന്ന് എഴുതിയിട്ട് കേട്ടോ, മഹാപുരോഹിതൻ എന്ന് എഴുതിയിട്ട് എന്നിട്ട് നമുക്ക് 7:25 വരണം. മഹാപുരോഹിതൻ എഴുതിയിട്ട് എവിടെ വരണം? മലാക്കി പ്രവചനം അല്ല, സക്കറിയ പ്രവചനം 3-ാം അധ്യായത്തിന് 1-ാം വാക്യം വന്നേ. അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന് മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവന്റെ വലതു ഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ ഭത്സിച്ചു. ശ്രദ്ധിക്കുക, മഹാപുരോഹിതന്റെ മേൽ കുറ്റം ചുമത്തിയാൽ എന്ത് സംഭവിക്കും? ഇസ്രായേലിലെ സഭ മുഴുവനും പോയി. തീർന്നില്ല. മഹാപുരോഹിതനാണ് ധൂപമണയ്ക്കേണ്ടത്. മഹാപുരോഹിതൻ ധൂപമണച്ചില്ലെങ്കിൽ ദൈവമായിട്ടുള്ള ബന്ധം പോയി. സാത്താൻ എവിടെ കയറി പിടിച്ചു പറഞ്ഞേ? മഹാപുരോഹിതനെ കയറി പിടിച്ചു. ഏതിനെ പിടിച്ചു പറഞ്ഞേ? മഹാപുരോഹിതന്റെ വെള്ളവസ്ത്രവുമായി പഞ്ഞിനൂലങ്ങി ധരിച്ച വസ്ത്രവുമായി നിൽക്കുന്നതിന് പകരം തന്റെ ശുശ്രൂഷ നിമിത്തം എന്തുകൊണ്ടായി? അല്പം മുഷിച്ചുമുണ്ടായി. എന്നാൽ പുതുനിയമത്തിലെ മഹാപുരോഹിതന്റെ പ്രത്യേകത റോമാലേഖനം 8:34-35 വാക്യം, 34-ാം വാക്യം വായിച്ച് 33 തൊട്ട് വായിച്ച്. റോമർ 8:33 തൊട്ട് വായിച്ച് 33, 34. അടുത്തേ ഒന്നുകൂടെ വായിച്ച്. ദൈവം നീതീകരിച്ചവനെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവനാ. നമ്മൾ എബ്രായ ലേഖനം ഈ സക്കറിയ പ്രവചനം 3-ാം അധ്യായത്തിൽ മഹാപുരോഹിതനെ കുറ്റം ചുമത്തുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനാണ്. കർത്താവിന്റെ മരണം സംബന്ധിച്ചുള്ള പ്രത്യേകത എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. തീർന്നില്ല. കർത്താവ് പാപം അറിയാതെ മരിച്ചു അല്ലേ? പാപം ചെയ്യാതെ മരിച്ചു. പാപം തന്റെ ജീവിതത്തിൽ ഇല്ലാതെ മരിച്ചു. തീർന്നില്ല. പാപരഹിതനായി വന്ന കർത്താവ് മനുഷ്യവർഗത്തിന്റെ പാപത്തെ ചുമന്നുകൊണ്ട് അനുസരണത്തിന്റെ തികവിൽ പാപമില്ലാത്ത രക്തം ചൊരിഞ്ഞ് യാഗമായി. ഞാൻ പറയുന്ന ഭാഗം മനസ്സിലാകുന്നുണ്ടോ? ഈ പാപം ചുമന്നു എന്നല്ല എന്താ അടയാളം എന്നാ പറയാം? എന്താ നിങ്ങൾക്ക് അറിയാമോ? യേശുവിനെ വിസ്തരിക്കുമ്പോൾ യേശു ഒരു പ്രാവശ്യം പോലും ഒരു ഉത്തരം പോലും പറഞ്ഞില്ല. നമുക്കറിയാം, യേശു കർത്താവ് നമുക്ക് യെശയ്യാ പ്രവചനത്തിൽ പറയുന്നു, അവൻ അരക്കവും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരുന്ന കുഞ്ഞാടാണ്. എന്തുകൊണ്ടാണ് കർത്താവ് മിണ്ടാതിരുന്നറിയാമോ? കർത്താവ് നമ്മുടെ പാപങ്ങളെ ചുമത്തിട്ടുണ്ട്. താൻ കുറ്റം ചെയ്തില്ലെന്ന് പറഞ്ഞാൽ പാപം ചുമന്നില്ലെന്നർത്ഥം. മനസ്സിലായോ? താൻ പാപം ചെയ്തിട്ടുണ്ടോ? ഇല്ല. ചെയ്തെന്ന് പറയാൻ ഒക്കുമോ? ഇല്ല. ചെയ്തില്ലെന്ന് പറയാൻ ഒക്കുമോ? ഇല്ല. കാരണം എന്താ? നമ്മുടെ പാപങ്ങൾ മുഴുവനും കർത്താവ് ചുമന്നത് കൊണ്ട്, ശ്രദ്ധിക്കണേ, നമ്മുടെ പാപത്തെ അവൻ ചുമന്നത് കൊണ്ട് അവൻ ഒരു മറുപടി പറയാൻ ഒക്കത്തില്ല. ഗ്രഹിച്ചോ? മനസ്സിലായല്ലോ? നമ്മുടെ പാപങ്ങളെ കർത്താവ് ചുമന്നു. തീർന്നില്ല. നമ്മുടെ പാപങ്ങളെ കർത്താവ് വഹിച്ചു. നമുക്ക് പകരമായി യാഗമായി തീർന്നു. നമ്മൾ വായിക്കുന്ന ഒരു അകൃത്യയാഗമായി തീർന്നെന്ന. എനിക്ക് ആ പദപ്രയോഗം വലിയ ഇഷ്ടമുള്ള പദപ്രയോഗം. യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തില് ഈ അകൃത്യയാഗമായി തീർന്നു എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ പറഞ്ഞേ? അകൃത്യം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അറിയാതെ ചെയ്തതും മറന്നുപോയതും അല്ലേ? തിരിച്ചറിയാതെ. നിങ്ങൾ ആ വാക്യം ഒരിക്കലും മറക്കല്ലേ. ഏത് വാക്യമാ? ലേവ്യ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 17 മുതൽ 19 വരെയുള്ള വാക്യം ഒരിക്കലും മറക്കരുത്. 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ മറക്കല്ല ആ വാക്യം. എന്താണ് പറയുന്നത്? 19-ാമത്തെ വാക്യം മാത്രം വായിച്ചേ. അതിന് മേളിൽ അവൻ അബദ്ധവശാൽ പിഴച്ചതും അറിയാതിരുന്നതുമായ പിഴ. നമ്മൾ സാധാരണ അബദ്ധവശാൽ പിഴച്ചാൽ നമ്മളെന്തോ ചെയ്യും? നമ്മളതിനെ കുറിച്ച് അറിയത്തോലും അല്ലേ? ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്
ചിലതൊന്നും പാപമല്ലെന്ന് ചിന്തിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാ ഒരല്പം മദ്യം കഴിച്ച, അല്ലെ? ഡോക്ടർമാർ പറയും ഒരല്പം കഴിച്ചാൽ നമ്മുടെ ആരോഗ്യത്തിന്. ഞാൻ ഓർത്തൊരു അല്പം കഴിച്ചോണ്ട് കുഴപ്പമൊന്നും ഇല്ല, തീർന്നില്ല. 2, ഞാൻ ആരുടെ തലയിൽ കയറാനൊന്നും പോകുന്നില്ല, ഞാൻ ആരെയും ചീത്ത വിളിക്കുന്നില്ല, ഞാനൊരല്പം മദ്യം കഴിച്ചോണ്ട് എന്താ തെറ്റ്? ഞാൻ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ കർത്താവിന്റെ വഴിയിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെ അതിന് വിലയ്ക്ക് വാങ്ങി, അല്ലേ? അല്ലേ? നമ്മൾ എങ്ങനെ വിലയ്ക്ക് വാങ്ങി പറഞ്ഞേ? മുമ്പേ നമ്മൾ വായിച്ച 6:19 ഇനി വേറൊരു വാക്യോട് വായിച്ചേ. 2 കോരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യം വായിക്കേ. അവിടെ ഒരു പദപ്രയോഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 2 കോരിന്ത്യർ 5-ന്റെ 14 മുതൽ പദപ്രയോഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും ഞങ്ങൾ നിർണയിച്ചു. അപ്പൊ നമ്മളെ വിലയ്ക്ക് വാങ്ങിയതായിട്ടാ എന്ന് പറഞ്ഞാൽ നമ്മളെ കർത്താവിന്റെ വകയാ. ഞാൻ ഒന്നും പറയാം, നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കാൻ ഓർക്കേണ്ട കാര്യം, നമ്മൾ എന്തെങ്കിലും നീതിപ്രവൃത്തി ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മളെ പരിശോധിച്ചാൽ നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ളതേ നോക്കാവൂ. കാരണം നമ്മൾ വീട് ജന്മം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ വകയല്ല, നമ്മൾ ആരുടെ വകയാ? കർത്താവിന്റെ വകയാ. നമ്മൾ പ്രവർത്തിക്കുന്നത്, നമ്മളല്ല പ്രവർത്തിക്കുന്നത്, ഇതാരാ? കർത്താവ് പ്രവർത്തിക്കും. കർത്താവ് പറഞ്ഞത് വലം കൈ കൊണ്ട് ചെയ്യുന്നത് നിന്റെ ഇടകൈ, അർത്ഥം നിന്റെ ഹൃദയത്തിൽ പോലും തോന്നരുത്. നമ്മൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തെങ്കിൽ സ്വതന്ത്രം അത് മറ്റുള്ളവർ അറിയാൻ വേണ്ടി അല്ല. എന്തോ ഞാൻ ഞങ്ങളുടെ ലോക്കൽ ചർച്ചിനെ പ്രശംസിച്ച് പറയല്ല. ഞങ്ങളുടെ ലോക്കൽ ചർച്ചിൽ എത്ര ദശാംശം വന്നാലും എത്ര സ്വോത്രാഴ്ച വന്നാലും എന്താ സംഭവിച്ചതെന്ന് ആരും അറിയത്തില്ല. സെക്രട്ടറിക്ക് എന്നെ എഴുതിയിടുന്നുണ്ട്, അറിയാം. അവിടെ വായിക്കാറില്ല, ഇത് പറയാറില്ല, എന്തു ചെയ്യാറില്ല. അതിന് കണക്കാരും ചോദിക്കാറില്ല, കണക്കാരും നോക്കാറില്ല. സഭയ്ക്കകത്തുകൊണ്ട് ഭിന്നതയും ഇല്ല, അഭിപ്രായ വ്യത്യാസവും ഇല്ല. എല്ലാവരും വന്ന് ആരാധിച്ച് ദൈവത്തിന് കൊടുക്കാനുള്ളത് കൊടുത്ത് എല്ലാവരും ഓരോന്റെ വീട്ടിൽ പോകും. ആരാ അത്ര കൊടുത്തെന്നുള്ളത് അങ്ങോട്ട് കേട്ടു. എനിക്ക് ഒന്ന് ചർച്ച കൊണ്ടാത്ത ഈ ഒരു ചർച്ച ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരാധന കഴിഞ്ഞാൽ വിശ്വാസികളെല്ലാം പെട്ടെന്ന് വിട്ടുപോകില്ല. ഒന്ന് നിന്ന് എല്ലാവരും സംസാരിച്ച് എല്ലാവരും കൊണ്ടുപോകാൻ ഒരു പരസ്പരം കൈകൊടുത്ത് സ്നേഹിച്ചല്ലാതെ പോകത്തില്ല. പല സഭകളിലും എന്തോ ഉണ്ട്, 1 പക്ഷം 2 പക്ഷം 3 പക്ഷം. സ്തോത്രം. ഈ 3 പക്ഷം ഉണ്ടാകാൻ കാരണം എന്താ? ഞാൻ ഇതിനിടയ്ക്ക് കർത്താവിന്റെ പാപങ്ങളെ വഹിച്ചു എന്നുള്ള വിഷയം വന്നുകൊണ്ട് ഞാനൊക്കെ പറയുക. നമുക്കറിയാം, ഈ കൊച്ചു പിള്ളേരാണ് എന്തോ ഉണ്ടാകുന്നത്, പക്ഷം പിടിക്കും. കൊച്ചു പിള്ളേരാണ്. നമുക്ക് ഇത്ര പ്രായപൂർത്തിയായാൽ നമ്മൾ എന്ത് ചെയ്യില്ല, ആ വഴിക്കൊന്നും നമ്മൾ ഒരു രാഷ്ട്രത്തിനും സഭാരാഷ്ട്രത്തിനും പോകത്തില്ല. സഭാരാഷ്ട്രം നമുക്കൊരു വിഷയമേ അല്ല. ആരെങ്കിലും കളിക്കുന്നവൻ കളിച്ചോട്ടോ, ഞങ്ങളും അതുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഞങ്ങൾക്ക് എന്റെ ലക്ഷ്യം എന്താ പറഞ്ഞേ? ഞങ്ങൾ കർത്താവിന്റെ വരവെങ്കിൽ പോകണം. ഞങ്ങളുടെ പാപങ്ങളെ ചുമന്ന ഒരുവനുണ്ട്, ഞങ്ങളുടെ പാപങ്ങളെ വഹിച്ച ഒരുവനുണ്ട്. അതുകൊണ്ട് എന്താണ്? ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയ ഒരുവനുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ക്രിസ്തുവിന്റെ വകയാണ്. ഞങ്ങൾ എന്തോ ഇല്ല പറഞ്ഞേ, ക്രിസ്തു മൂലം ഞങ്ങളെ കുറ്റം ചുമത്താൻ എന്തില്ല, ആർക്കും കഴിയാത്ത ഒരു മഹാപുരോഹിതന്റെ വകയാണ് നമ്മൾ. ഞാനിപ്പോ ഇത്രയും ഞാൻ പറഞ്ഞത് നമ്മളാ വാക്യം എടുത്തു. എവിടെ? സെക്രട്ടറി പ്രകാരം 3-ാം അധ്യായം എടുത്തു. മഹാപുരോഹിതന്റെ മേൽ കുറ്റം ചുമത്തുന്നു, അല്ലേ? നിങ്ങൾ സെക്രട്ടറി പ്രകാരം 3-ാം അധ്യായം ഒന്ന് നോക്കിയിട്ട് തിരിച്ചു വരാം. ഏതായാലും ഒരു മഹാപുരോഹിതൻ ധൂപപീഠം അർപ്പിക്കുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഒരു മഹാപുരോഹിതൻ, ഒരു നല്ല മഹാപുരോഹിതനാണ് ആര്? യോശുവ, അല്ലെ? 4-ാം അധ്യായത്തിൽ വരുമ്പോൾ 2 ഒലിവ് വൃക്ഷത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഒരു ഒലിവ് വൃക്ഷം ഈ യോശുവയാണ്, രണ്ടാമത്തെ ഒരു ഒലിവ് വൃക്ഷം ഈ സെരുബാബേലാണ്. അങ്ങനെ ഒലിവ് വൃക്ഷം എന്ന് ദൈവം പോലും സാക്ഷ്യം പറയുന്ന ഈ മഹാപുരോഹിതനെ കുറിച്ച് എന്ത് ചെയ്തു? സാത്താൻ കുറ്റം ചുമത്തി.
ആ 3-ാം അധ്യായം ഇങ്ങോട്ട് സംസാരിച്ച് വരുന്നുണ്ടേ. അതിന്റെ 9-ാമത്തെ വാക്യം വരുന്നെ പറയുകയാണ്, ഞാൻ യോശുവയുടെ മുമ്പിൽ ഒരു കല്ല് വെച്ചിട്ടുണ്ട്. എന്താ? യോശുവയുടെ മുമ്പിൽ ഒരു കല്ല് വെച്ചിട്ടുണ്ട്. പുറകിലല്ല, യോശുവയുടെ മുമ്പിൽ. ഒരേ കല്ലിന്മേൽ 7 കണ്ണുമുണ്ട്. ഞാൻ കല്ലിന്റെ കൊത്തുമണി കൊത്തും, അങ്ങനെ ദേശത്തിന്റെ അകൃത്യം പോകും. ആ കല്ല് കർത്താവായ യേശുക്രിസ്തു എന്ന മൂലക്കല്ലാണിത്. ഈ കല്ലിന് എത്ര കണ്ണുണ്ട്? 7 കണ്ണ്. 7 കണ്ണെന്ന് പറഞ്ഞാൽ 7 ദൈവാത്മാക്കളായ 7 കണ്ണ് അല്ലേ? വായിച്ചിട്ടുണ്ടോ നിങ്ങളുടെ? വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 6-7 വാക്യത്തിൽ വരുമ്പോൾ ഒരു കുഞ്ഞാട് അടുക്കപ്പെട്ട പോലെ നിൽക്കുന്നത് കണ്ടു. അതിനെ 7 കൊമ്പും സർവ്വഭൂമിയിലേക്കുമുള്ള ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ട്. നിങ്ങൾ ആ വാക്യത്തെ കൊണ്ടുവന്നിട്ട് സെക്കരിയ പ്രവചനം 3:9 കൊണ്ടുവന്നിട്ട് യെശയ്യാ പ്രവചനം 11:1 കൊണ്ടുവന്നാൽ നിങ്ങൾ ആ സബ്ജക്റ്റ് അവിടെ ക്ലോസ്. യെശയ്യാ പ്രവചനം 11:1 വരിക, സെക്കരിയ പ്രവചനം 3:9 വരിക, വെളിപ്പാട് പുസ്തകം 5:6-7 വരിക. എല്ലാവരും കൂടെ ഉണ്ടോ? ഞാൻ കണക്ഷൻ പറഞ്ഞു തരിക. ഞാൻ ഈ പറഞ്ഞ ഒത്തുവാക്യമായിട്ട് മറ്റേ ഒത്തുവാക്യമായിട്ട് ചേരത്തില്ല. ഇനി ഞാൻ ഒരു വിഷയത്തിന്റെ ശിയാപ്രവചനത്തിൽ പറയുന്നു, അനിഷായുടെ കുറ്റിയിൽ നിന്നും ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവൻ വേരിൽ നിന്ന് കൊമ്പ് ഫലം കായ്ക്കും, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെ ആത്മാവ്, ആലോചനയും ബലത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവഭക്തിയുടെ ആത്മാവ് തന്നെ. അപ്പോൾ ഈ 7 ആത്മാക്കളെ കുറിച്ചാണ് യേശുവാകുന്ന മൂലക്കല്ലിന് 7 കണ്ണുണ്ട്. ഇതിന്റെ കൊത്തുപണി കൊത്തുമ്പോൾ ദേശത്തിന്റെ അകൃത്യം പോകും. നിങ്ങൾ ആ വാക്യം നോക്കണേ, എന്താ ചോദിക്കണേ? ദേശത്തിന്റെ അകൃത്യം പോകും. അകൃത്യമാണ് കിടക്കുന്നത്. പാപം എന്നുള്ളത് മനുഷ്യന് മനസ്സിലാവും അല്ലെ? ഞാൻ ഒരു പാപം ചെയ്യുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും അല്ലെ? ലംഘനം ചെയ്താലും ബോധ്യപ്പെടും. പാപത്തെ കട്ടികൂടി ലംഘനം അർത്ഥം എന്തുവാ? പാപം നീ അർത്ഥം എന്തുവാ? പാപം ചെയ്യരുതെന്ന് പറഞ്ഞ ചെയ്യുന്നതും ചെയ്യണമെന്ന് പറയുന്നത് ചെയ്യാത്തതുമാണ് പാപം. ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്യുന്നതും ചെയ്യണമെന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുന്നതുമാണ് പാപം. സിന്നീസ് ഒമിഷൻ, സിന്നീസ് കമ്മീഷൻ, രണ്ടും ഉണ്ട്. പാപം എന്ന് പറയുമ്പോൾ ഇതാണ്. ചെയ്യണമെന്ന് പറയുന്നത് ചെയ്യാതിരിക്കുന്നതും, ചെയ്യരുത് എന്ന് പറയുന്നത് ചെയ്യുന്നതും പാപം. ലംഘനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രമാണമാണെന്ന് അറിഞ്ഞിട്ടും അതിനെ മനഃപൂർവമായി ലംഘിക്കുമ്പോഴാണ് ലംഘനമാകുന്നത്. പാപത്തെ കാട്ടിക്കൊള്ളത്. ലംഘനം ആദ്യം ഉണ്ടായത് ആദമാണ്. എന്താണ്? ഹവ്വയല്ല ലംഘനം ചെയ്തത്, ആദമാണ്. അതിന്റെ ഹവ്വ ലംഘനമാകാൻ എന്നാ? ആദമിനോടാ പറഞ്ഞ നീ വൃക്ഷത്തിന്റെ ഫലം. ഹോശേയ പ്രവചനം 6:7 വായിച്ചേ. ഞാൻ ഈ വിഷയമായിട്ട് ഒത്തിരി പോയി. ആദാമാണ് ഹോശേയ 6:7 ആദമാണ് നിയമം ലംഘിച്ചത്. ഹവ്വ എന്തോ ചെയ്തു? വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെട്ടു. 1 തിമോഥെയോസ് 2-ാം അധ്യായത്തിന്റെ എത്രാമത്തെ വാക്യം എനിക്ക് ഓർമ്മയില്ല. ലംഘിച്ചു എന്നല്ല, വഞ്ചിക്കപ്പെട്ടു എന്നൊരു പദമാണ് വരുന്നത്. വഞ്ചനയിൽ അകപ്പെട്ടു എന്നൊരു പദമാണ്. നമുക്കറിയാം, റോമാലേഖനം 5-ാം അധ്യായം പഠിച്ചു വരുമ്പോൾ അതിന്റെ 12 മുതലുള്ള വാക്യത്തിൽ ആദം മുതൽ കൽപ്പന കിട്ടുന്നിടം വരെ ലംഘനമില്ലാതിരുന്നു.
ആദം ലംഘിച്ച ശേഷം പിന്നീട് ലംഘനം ഉണ്ടായത് 10 കൽപ്പന വന്ന ശേഷമാണ് ലംഘനം തുടങ്ങിയത്. ഇനി ശ്രദ്ധിക്കണേ, ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ സഞ്ചരിക്കും മുമ്പേ അവർ മിസ്രൈം വിടുമ്പോൾ, അവർ ചെങ്കടൽ കടക്കുമ്പോൾ, അവർ പ്രമാണം കിട്ടുന്നിടം വരെ അവരെ ആരെയും ദൈവം ശിക്ഷിച്ചില്ല. ഒരുപാട് കുഴപ്പം കാണിച്ചു, ആരെയും ശിക്ഷിച്ചില്ല. പക്ഷെ പ്രമാണം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരുടെ പെരുപെരുപ്പിനെ ശിക്ഷിച്ചു, അവരുടെ അവിശ്വാസം ശിക്ഷിച്ചു, അവരുടെ അനുസരണക്കേട് ശിക്ഷിച്ചു, അവരുടെ ലംഘനത്തിന് ശിക്ഷിച്ചു. അങ്ങനെ 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 എന്ത് ചെയ്തു? മനസ്സിലായല്ലോ? അപ്പൊ ഈ ലംഘനം എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞേ? നമുക്കൊരു പ്രമാണം കിട്ടി, ഈ പ്രമാണം അനുസരിപ്പാൻ നമ്മൾ കടമ്പെട്ടവരാണെന്ന് ബോധ്യമുണ്ടായി. രണ്ടും കൽപ്പിച്ച് എന്തോ ചെയ്യുക? ഞാൻ അങ്ങനെ തന്നെ പോകുമെന്ന് പറഞ്ഞ് അതിനെ ലംഘിക്കുമ്പോഴാണ് ലംഘനം. അപ്പം ഒന്ന്, ഈ അകൃത്യം എന്നുള്ളത് നമ്മൾ മറന്നു പോകുന്നു, അറിയത്തില്ല. പക്ഷെ അത് പാപമാണ്, അകൃത്യമായി കിടക്കുക, അകൃത്യമായി കിടക്കുക. പക്ഷെ അകൃത്യത്തിന് ഒരൊറ്റ പണിയേ ഉള്ളൂ. ഇന്നലെ പറഞ്ഞ പോലെ ക്രൂശന്റെ ചോട്ടിൽ വരണം. യാഗം കഴിക്കാൻ വരുമ്പോൾ ക്രൂശന്റെ ചോട്ടിൽ വരണം. ആരാധനയ്ക്ക് വരുമ്പോൾ ക്രൂശന്റെ ചോട്ടിൽ വരണം. പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ക്രൂശന്റെ ചോട്ടിൽ വരണം. കാരണം കഴിഞ്ഞ പകലിൽ നമ്മൾ സംസാരിച്ചതും നമ്മൾ ഇവിടെ ഇടപെട്ടതും അല്ലേ? മത്തായി 12:36 നോക്കിയാൽ ഒരു വാക്യമുണ്ട്. വായിച്ച് എന്താണെന്നുള്ളത് വായിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നോക്കിയാൽ മതി. മത്തായി 12:36. എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും മതി. ഞാൻ ഒരു കാര്യം പറയാം ദൈവങ്ങളെ, നമ്മൾ കഴിയുന്നതും ദൈവോധനം അനുബന്ധമായി സംസാരിക്കുന്നത് നല്ലത്. നമ്മൾ ഭൂമിയിലുള്ള കാര്യം സംസാരിച്ചു വരുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ എന്തോ ഉണ്ടാകും, അകൃത്യം നമ്മെ കയറി. എല്ലാവരും ഉണ്ടോ? അല്ലോ, മനസ്സിലായോ? ഞാൻ ഈ വസ്ത്രം മുഷിയരുതെന്നുകൊണ്ട് നമ്മളെ ഇവിടെ UK വന്നപ്പോൾ അങ്ങനെ മുഷിഞ്ഞില്ല. ഇന്നലെ ഞാൻ ഇട്ട വസ്ത്രം തന്നെ ഇപ്പം ഇട്ടേക്കുന്നത്. ഞാൻ രാവിലെ വേറൊരു ഉടുപ്പെടുത്ത് വെച്ചിട്ടോ നോക്കണേ, എന്റെ ആവശ്യമില്ല, ഇതിന് കുഴപ്പമൊന്നുമില്ലെന്ന് മനസ്സിലായി ഞാൻ ഇത് കിട്ടും. അപ്പൊ ഈ വസ്ത്രം നമ്മൾ മുഷിയരുതെന്നുകൊണ്ടാണ് നമ്മൾ ഇടുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ നല്ല കാറ്റും പൊടിയും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ മുഷിയരുതെന്ന് പറഞ്ഞാലും ഒരൊറ്റ ദിവസത്തെ കൂടുതൽ ഒരു ഷർട്ട് ഇടാൻ കഴിയത്തില്ല. അപ്പൊ നമ്മൾ അറിയാതെ മനഃപൂർവ്വം അല്ലാതെ വന്നതും നമ്മൾ ആ കാര്യം അറിഞ്ഞില്ല. പക്ഷെ നമ്മൾ നനയ്ക്കാതെ ആ ഷർട്ട് നമ്മൾ പിറ്റേ ദിവസം ഇടുകയില്ല. എന്ന് പറഞ്ഞതിലൂട്ട് യേശു കർത്താവിന്റെ ക്രൂസിന്റെ ചുവട്ടിൽ അല്പനേരം നിൽക്കാതെ, ഒന്ന് കഴുകൽ പ്രാപിക്കാതെ, കർത്താവേ ഞാൻ അറിയാതെ അനേക കുഴപ്പങ്ങൾ എനിക്ക് കഴിഞ്ഞ പകലിൽ എന്റെ വാക്കുകളിലോ നിരൂപണങ്ങളിലോ എന്റെ പ്രവൃത്തികളിലോ തീർച്ചയായിട്ടും കുഴപ്പം വരും. കാരണം നമ്മൾ വസിക്കുന്നത് ഈ താഴ്ചയുള്ള ഈ ഭൂമിയിലും ഈ ശരീരത്തിലും. ദൈവമേ കർത്താവേ, ഇന്നലെ രാവിലെ ഞാൻ എഴുതിനൊന്നും പ്രാർത്ഥിക്കുന്നില്ല. കർത്താവ് ഇന്നും എനിക്ക് വിശുദ്ധമായിട്ടൊന്ന് ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ കർത്താവിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് കഴുകൽ പ്രാപിച്ചു വന്നതാ. പക്ഷെ നമ്മുടെ ശത്രുവായ പിശാചുണ്ടല്ലോ, ഭയങ്കര തന്ത്രശാലിയാ. അവൻ നമ്മളെ കൊണ്ട് എവിടെയും വളച്ചു തിരിച്ച് നമ്മളെ കൊണ്ട് ഏതേലും വാക്കേലും പറയിപ്പിക്കും. മനുഷ്യൻ പറയുന്ന ഏത് നിസാരവാക്കിനും, മനുഷ്യനൊരു നിസാരമായി ചിന്തിക്കുന്ന വാക്കിനും ഉദാഹരണം ഞാൻ പറയാം. ഞാനിപ്പോ നിങ്ങളെ ഒരാളെ കുത്തണമെന്ന് വിചാരിച്ചു, അത് ഏറ്റവും വലിയ പാവം, അതങ്ങനെ മാറത്തുമില്ല. ഞാനിപ്പോ കുത്തണമെന്ന് വിചാരിച്ചൊരു വചനം എടുത്ത് അങ്ങോട്ട് തന്നാൽ അത് ഭയങ്കര കുഴപ്പമാണ്. എത്രയോ കഴിയാമെന്ന് കരുതില്ല. ഇന്ന ഒരാളെ ശരിയല്ലെന്ന് നമ്മൾ തന്നെ അത് നിരൂപിച്ചു. ഇന്ന പോലാണ് നമ്മൾ തന്നെ അത് നിരൂപിച്ചിട്ടുണ്ടോ ചെയ്യുക? ആ ദൈവനെ ഇട്ടുകൊടുത്താൽ അധികം ശിക്ഷാപതി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകരാകരുത്. നിങ്ങൾ ആരാകരുത്? ഉപദേഷ്ടാക്കന്മാരാകല്ല. മറക്കല്ലേ,
യാക്കോബ് 3:1 എന്താ? നിങ്ങളിൽ എന്റെ സഹോദരന്മാരെ അധികം ശിക്ഷാവധി. അപ്പൊ നമ്മൾ ഈ ക്രൂശിന്റെ തോട്ടിട്ടല്ലാതെ എന്താ? ഞാൻ ഏറ്റവും അത്ഭുതപ്പെട്ടു പോയത് ഈ സമാഗമന കൂടാരത്തിലെ നേരെ യാഗപീഠം ഇങ്ങനെ അഞ്ച് മുഴത്തിന് വലിയ നീളത്തി വെച്ചിട്ട് അതിനപ്പുറത്തൊരു കൊച്ചു ഒരു ഈ താമ്രത്തൊട്ടി. ഇന്നലത്തെ ആ വാക്യം താമ്രത്തൊട്ടിയുടെ ദർപ്പണമാണല്ലോ വാക്യം നിങ്ങൾക്ക് അറിയാമോ? താമ്രത്തൊട്ടിയുടെ ദർപ്പണം 38-8 എന്താ 38-8 പറയുന്നത്. താമ്രത്തൊട്ടി ഉണ്ടാക്കുന്നത് ഒന്നുകൊണ്ടാ? ദർപ്പണം കൊണ്ട്. ഞാൻ ധൂപപീഠത്തിലേക്ക് വരാം, ധൂപപീഠം വരാൻ പോവാ. ഇന്നലെ വിട്ടുപോയ കാര്യങ്ങൾ 38-8 നോക്കി പുറപ്പാട് ദിവസവും നിങ്ങളെ ഓർക്കണം, താമ്രത്തൊട്ടി എന്ന് എഴുതിയിട്ട് അത് ദർപ്പണം കൊണ്ടാണ് തെളിവ്. യാഗപ്പാടെ ഈ ഒരു വാക്യമേ ഉള്ളൂ. പുറപ്പാട് ദിവസവും 38-8 ഒറ്റ വാക്യമുള്ളതുകൊണ്ട് ആ വാക്യം വിലയുള്ളതാ. 2-3 വാക്യം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ ഒരിടത്തു നിന്ന് എടുത്താൽ മതി. സ്വതം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന സാരം നമ്മൾ ധൂപപീഠത്തെ കുറിച്ച് പറയുക. ധൂപപീഠത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ് ആര് പറഞ്ഞേ? ആര് നമുക്ക് വേണ്ടി സദാ മധ്യസ്ഥത? ധൂപകലശം വേറെ, ധൂപപീഠം വേറെ. എന്തുവാ? ധൂപകലശം വേറെ, ധൂപപീഠം വേറെ. ധൂപകലശം എന്തുവാ? എല്ലാവർക്കും ഉണ്ട് അല്ലേ? ധൂപകലശം എടുത്ത് ശരിയല്ലാതെ പോയ ഒരു കൂട്ടറുണ്ട്. ധൂപകലശം എടുത്ത് അഹരോന്റെ 2 പിള്ളേർ പോയതും ഉണ്ട്. വായിച്ചിട്ടുണ്ടല്ലേ? വായിച്ചിട്ടുണ്ട് അല്ലേ? 10-ാം അധ്യായം. ബൈബിൾ എല്ലാവരും വായിക്കുന്നുണ്ടോ? എല്ലാവരും ഉണ്ടോ? അപ്പൊ അവിടെ പറയുന്നത് ധൂപകലശമെന്ന. ധൂപകലശമല്ല ധൂപപീഠം. ധൂപപീഠം എന്ന് പറയുന്നത് വിശുദ്ധ സ്ഥലത്ത് അഹരോന് മാത്രം ധൂപമണയ്ക്കാൻ വേണ്ടി കതിരമരം കൊണ്ടുണ്ടാക്കി അത് ഒരടി അല്ല ഒരു മുഴം നീളം, 1 മുഴം വീതി, 2 മുഴം ഉയരം. അതായത് ഉയരമുള്ളതാണ്. എന്നാൽ സ്വതന്ത്രം ഇത് ഒരൽപ്പം ഉയരമുള്ളതാണ്. അത് ധൂപം എപ്പോഴും എന്ത് ചെയ്യണം? അഹരോൻ അർപ്പിച്ചുകൊണ്ടിരിക്കണം. എന്തിനു വേണ്ടിയാ? ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി സദാ മധ്യസ്ഥത അണയ്ക്കുന്നതാ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വിശുദ്ധ സ്ഥലത്ത് പോയി എന്താ ചെയ്തുകൊണ്ടിരിക്കുക? അതിപരിശുദ്ധ സ്ഥലത്ത് പോയി. അതുകൊണ്ടായിരിക്കണം എബ്രായ ലേഖന കർത്താവ് മറ്റേത് പറഞ്ഞ വിശുദ്ധ സ്ഥലത്തിന്റെ ഇറപ്പില് ആ തിരശ്ശീലയ്ക്ക് തൊട്ട് പുറയിലായിരിക്കുന്നത്. കാരണം ആണ്ട് ഒരിക്കൽ മാത്രമേ അതിപരിശുദ്ധ സ്ഥലത്ത് പോകാൻ പറ്റത്തുള്ളൂ. കാരണം പാപം നിമിത്തം മനുഷ്യൻ അങ്ങോട്ട് കയറാൻ കഴിയത്തില്ല. അതുകൊണ്ട് ധൂപകലശം ധൂപപീഠം ഇപ്പുറത്താ വെച്ചത്. എന്നാൽ എബ്രായ ലേഖന കർത്താവ് 7-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവിനെ ധൂപ നമ്മുടെ എടുത്തുമ്പോ വായിച്ച ഒന്നുകൂടെ പറയാൻ വായിച്ചു. 7-ന്റെ 25-ാം വാക്യത്തിൽ ഒന്നുകൂടെ വായിച്ച ആ വാക്യത്തിൽ നിന്നൊന്ന് സംസാരിക്കാനുണ്ട്. അടുക്കുന്നവർക്ക് പദപ്രയോഗം നോക്കണം. താൻ മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി. എല്ലാവർക്കും വേണ്ടിയല്ല. പിന്നെ രക്ഷിക്കപ്പെട്ട് ദൈവകൽപ്പന അനുസരിച്ച് ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി സദാപക്ഷപാതം ചെയ്യുന്നവനാണ് കർത്താവ്. ഈ വീണ്ടും ജനനം ഒരു സബ്ജക്ട് വളരെ അനിവാര്യമാണ്. വീണ്ടും ജനിക്കാത്ത കഴിഞ്ഞ ദിവസം ഞാൻ ഒരിടത്ത് ഒരു പയ്യനെ കഷ്ടം ഭാഗം പിടിച്ചതിനെ കണ്ടു. അവനെ കണ്ട് ഞാൻ ചോദിച്ചു, മോനെ നീ വീണ്ടും ജനിച്ചാന്നോ? അവനോട് ചിരിച്ചു. നിങ്ങളെ കഴിഞ്ഞ ആഴ്ച ആരാധനയ്ക്ക് ഒന്നും ഉണ്ടോ? അവിടെ ഇല്ല. സ്വന്തം. അപ്പൊ കഴിഞ്ഞ് വീണ്ടും ജന്മം എന്താ നോയപ്പോൾ അവന് വലിയ സങ്കടം. എല്ലാവരും ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, മോൻ വിഷമിക്കണ്ട, ഒന്നും കേൾക്കണ്ട, നോഞ്ഞ് തലയെ കൈവച്ച് പ്രാർത്ഥിച്ചാ പോയെ. നിങ്ങൾ നാളെ ഇനിയും അവനോട് വീണ്ടും ജന്മത്തെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കണം. എന്തുവാ ഇടയ്ക്കിടയ്ക്ക് എന്തോ ചെയ്യണം പറഞ്ഞേ? വീണ്ടും ജനിച്ചില്ലെന്ന് ബോധ്യമായ, വീണ്ടും ജനിച്ചെന്ന് ബോധ്യമായാലേ വെള്ളത്തെ മുക്കാവ് കേട്ടോ. വെള്ളത്തെ മുങ്ങണമെന്നുണ്ട് വന്നാൽ ചാകുന്നതിന് മുമ്പേ ആരെ കുളിച്ചിടരുത്. ചത്ത് കഴിഞ്ഞാൽ ഉടനെ കുളിച്ചിടുകയും വേണം. ചത്ത് കഴിഞ്ഞാൽ വെച്ചോണ്ടിരിക്കാനും പറ്റത്തില്ല, ചാകുന്നതിന് മുമ്പേ കുളിച്ചിടാനും പറ്റത്തില്ല. നമ്മുടെ ബൈബിളിൽ നമ്മൾ കാണുന്ന ഏറ്റവും കൂടുതൽ താമസിച്ച് സ്നാനപ്പെട്ട വ്യക്തി പൗലോസ, 3 ദിവസം. ബാക്കി ആരും
തത്ത ഉടനെ അന്നേരം കുടിച്ചിടുമായിരുന്നു, ഇല്ലയോ? കാരാഗര പ്രമാണി കുടുംബവും അന്നേരം തന്നെ ആ രാത്രി തന്നെ തീർന്നില്ല. കൊർന്നല്യോസിന്റെ അവിടെ വന്ന് ആരാധിച്ച അഭിഷേകം പ്രാപിച്ചവരെ അന്നേരം തന്നെ അങ്ങനെ ആ പോകുന്ന വഴിക്ക് തന്നെ സ്വന്തം തീർന്നില്ല. പൗലോസിനെ മാത്രമേ ഉള്ളൂ 3 ദിവസം. കാരണം ദൈവത്തിന്റെ നിയോഗപ്രകാരം അനന്യാസ് തന്നെ ഇവിടെ ചെന്ന് സ്നാനപ്പെടുത്തണമെന്ന് ദൈവം തീരുമാനമെടുത്തു. അപ്പൊ തീരുമാനമെടുത്ത് എന്തോ ചെയ്തു? അനന്യാസിനെ അയച്ച് പൗലോസിനെ കുറിച്ചുള്ള ഭാവി ശുശ്രൂഷ കൂടി അനന്യാസ് പ്രവചിച്ചു. അല്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ? കഴിഞ്ഞ ദിവസം പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ ദിവസം എന്തൊക്കെ ഏതൊക്കെ വാക്യത്തിൽ പോകുന്ന എനിക്ക് ഓർമ്മയില്ല. സ്വതം ഞാൻ കർത്താവിന്റെ വരവിനെ കുറിച്ച് സംസാരിക്കുന്ന കൂട്ടത്തിൽ അതിനകത്ത് വിശുദ്ധിയോട് നിൽക്കണം, പ്രമാണത്തിൽ നിൽക്കണം, നിൽക്കണം, ദൈവശബ്ദം കേട്ട് നിൽക്കണം, ഇങ്ങനൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ദൈവശബ്ദം കേട്ട് നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പൗലോസിന്റെ കാര്യം എടുത്തു പറഞ്ഞു കാണുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ 3 ദിവസം മാത്രമേ താമസിച്ചുള്ളൂ. അപ്പൊ സ്നാനം എന്നുള്ളത് പറഞ്ഞേ വീണ്ടും ജനിച്ചവർക്കുള്ളതാ. സ്വർഗത്തിൽ പേരെഴുതുകയാണ് ആദ്യം, പിന്നെ ആ സഭാസ പേര്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ധൂപപീഠം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു മധ്യസ്ഥയാണെങ്കിൽ ആർക്ക് വേണ്ടിയാ? താൻ മുഖാന്തരം തന്നോടടുക്കുന്നവർക്ക് വേണ്ടി സദാപക്ഷപാതം ചെയ്യുവാൻ വായിച്ചത്. താൻ മുഖാന്തരം പറഞ്ഞേ ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ പൂർണ്ണമായി രക്ഷിക്കുവാൻ പ്രാപ്തനാകുന്നു. അമ്മ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മഹാപുരോഹിത ശുശ്രൂഷ നമ്മുടെ കർത്താവ് ഏറ്റെടുത്തു. അല്ലേ? ഇബ്രായലേഖനം 5-ാം അധ്യായത്തിലാണ് അത് ഓർപ്പിക്കുന്നത്. 5-ാം അധ്യായം തുടക്കത്തിൽ ബലഹീനത പൂണ്ട മഹാപുരോഹിതന്മാർ ആരാ? താനും ബലഹീനത പൂണ്ടവനാകയാൽ അറിവില്ലാത്തവരോടും വഴിതെറ്റി പോകുന്നവരോടും സഹതാപം കാണിക്കുന്നവരും ബലഹീനത നിമിത്തം ജനത്തിനു വേണ്ടി എന്ന പോലെ എനിക്ക് വേണ്ടിയും പാപയാഗം അർപ്പിക്കേണ്ടവരുമാകുന്നു. എന്നാൽ അഹരോനെ പോലെ വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. അവണ്ണം ക്രിസ്തുവും മഹാപുരോഹിതനാകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവനോട് അരുളി ചെയ്തവൻ അവന് കൊടുത്തതത്രേ. അങ്ങനെ മറ്റൊരിടത്തും നീ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറയുന്നു. ക്രിസ്തു തന്റെ ഐഹിക ജീവ ഞാൻ ഈ വാക്യം ഞാൻ എടുത്ത് കാണുമായിരിക്കും. ക്രിസ്തു തന്റെ യേശു ക്രിസ്തു ബലഹീനനല്ല ബലവാനാണെന്ന് തെളിയിക്കുന്ന ഈ വാക്യം എന്താ? ഈ ഒരു വാക്യം വെച്ചാ മുസ്ലിങ്ങളെ ചോദിക്കുന്നത്. ഏത് വാക്യം വെച്ചാ? യേശു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും അപേക്ഷയും അഭയാതനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഏത് മരണത്തിൽ നിന്നാ? ശരീരമരണമാണോ? പിന്നെ ഏത് മരണമാ? അനുസരണക്കേടെന്ന ആത്മമരണത്തെ കുറിച്ച് പറയുന്നു. എന്താ? അനുസരണക്കേടെന്ന ആത്മമരണ നിമിത്തം ബലഹീനത ഉണ്ടായത്. നമ്മൾ അപ്പുറത്ത് വായിച്ചിട്ടുണ്ട്, മേൽ വായിച്ചത് എന്തുവാ? മഹാപുരോഹിതൻ എന്തുകൊണ്ട്? ബലഹീനത ഉണ്ട്. യേശു കർത്താവിന് ബലഹീനത ഇല്ല. കാരണം എന്തുവാ? അനുസരണക്കേടെന്ന ആത്മമരണം യേശു ക്രിസ്തുവിൽ ഒരിക്കൽ പോലും ഉണ്ടായില്ല എന്നാണ് 7-ാം വാക്യം പറയുന്നത്. എന്താ? എല്ലാവരും കൂടെ ഉണ്ടോ? അനുസരണക്കേടെന്ന ആത്മമരണം. അപ്പൊ ചോദിക്കും, അങ്ങനെ തന്നെയാണോ? താഴോട്ട് വായിച്ചാൽ മനസ്സിലാവും. 8-9 വായിച്ചാൽ മനസ്സിലാവും. എന്താ ചോദിക്കുന്നത്? താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു തികഞ്ഞവരായി. അനുസരണക്കേട് വന്നില്ലെന്നർത്ഥം. അനുസരണം പഠിച്ച് തികഞ്ഞവനായി. അനുസരണക്കേടിന് പരിഹാരം വരുത്തിയത് അനുസരണം പഠിച്ചു തികഞ്ഞവനായി. തീർന്നില്ല. തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയ്ക്ക് കാരണഭൂതനായി തീർന്നു. തന്നെ അനുസരിക്കുന്ന ഏവർക്കും. നിങ്ങൾ ആ വാക്യം മറക്കല്ലേ. അവിടെ പറയുന്ന മരണം ശരീരമരണത്തെ കുറിച്ചല്ല. ഇതല്ല. ഇബ്രായർ 5:7 പറയുന്ന മരണം ആദം
തിന്നരുന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം അനുസരണക്കേടിനാൽ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ആദവും ഹവ്വയും വൃക്ഷത്തിന്റെ ഫലം തിന്നു മരിച്ചോ എന്ന് ചോദിക്കുന്നവരുണ്ട്. മരിച്ചു. എങ്ങനെ മരിച്ചു? പറഞ്ഞ് ആത്മമരണം. ആത്മമരണ അർത്ഥം എന്താ? അനുസരണക്കേട്. അതിന്റെ അർത്ഥം എന്താ? ഇതുകൊണ്ട് പറയാം. മരിക്കുക എന്റെ വാക്കിന്റെ അർത്ഥം വിട്ടു പിരിയുക, വിട്ടു പോകുക. എന്തുവാ? വിട്ടു പിരിയുക, വിട്ടു പോവുക. നമ്മൾ ഇന്നൊരാൾ മരിച്ചു പോയാൽ അമ്മച്ചി വിട്ടുപോയി, നമ്മളിൽ നിന്നും വിട്ട് പിരിഞ്ഞു എന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ ദൈവത്തിൽ നിന്ന് അനുസരണക്കേട് കാണിച്ചപ്പോൾ, മനുഷ്യവർഗം വിട്ടുപിരിഞ്ഞപ്പോൾ ദൈവത്തിന് മനുഷ്യവർഗം മരിച്ചു. ദൈവത്തിന് വിട്ടുപിരിഞ്ഞു. മനസ്സിലായ തത്വം പിടികിട്ടിയല്ലോ. അവന് പറയുന്ന പേരാണ് എന്ത് പറയുന്നത്? അനുസരണക്കേടെന്ന ആത്മമരണം. യേശു കർത്താവിന് അനുസരണക്കേടെന്ന ആത്മമരണം ഒരിക്കലും ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ താൻ ബലഹീനത പൂണ്ടവനല്ല. 5:7 അർത്ഥം. അപ്പൊ നിങ്ങൾ ഇനി ഒരു വാക്യങ്ങൾ നിങ്ങൾ സംശയം ഉണ്ടാകാൻ സാധ്യതയുള്ള ചില വാക്യങ്ങൾ എടുത്തുകൊണ്ട് തരാം. എബ്രായർ 9:27 വായിച്ച്. അവിടെ ഒരിക്കൽ മരണമെന്ന് ഞാൻ ചിലരൊക്കെ തിരുത്തി പറയാറുണ്ട്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും. നിങ്ങൾ ആ വാക്യം, നിങ്ങൾ ആ ഒരിക്കൽ മരിക്കുകയുള്ള വാക്യം ഇങ്ങനെ വരയ്ക്കണമേ. അറിയാൻ പറ്റുക, ഞാൻ എല്ലാവർക്കും അല്ല. ആ മരിക്കുകയും എന്നുള്ളിടത്ത് പിന്നെ ന്യായവിധിയും എന്നുള്ളിടത്ത് എഴുതിയിട്ട് അവിടെ 2 വാക്യം ചേർത്ത് എഴുതണം. ഒന്ന് യോഹന്നാൻ 3:17-18 ഒന്ന് വായിച്ചേ. 18ാമത്തെ വാക്യമാ. യോഹന്നാൻ 3-ാം അധ്യായം വായിച്ചേ. 3:18 മാത്രം എഴുതിയാലും കുഴപ്പമില്ല. ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്നതിന് എന്തോ ഇല്ല? ന്യായവിധി ഇല്ല. ഇവിടെ എന്താ പറഞ്ഞ? എന്തുവാ? ന്യായവിധി ഉണ്ടെന്ന്. ഇവിടെ എന്താ പറഞ്ഞത്? ന്യായവിധി. ഒന്നുകൂടെ വായിച്ച്. അവനിൽ വിശ്വസിക്കുന്ന എന്തോ ഇല്ല. ഇനി 5:26 വായിച്ചേ. യോഹന്നാൻ തന്നെ. അടുത്ത അനുസരണക്കേട് ജീവനിൽ കടന്നു. അർത്ഥം അനുസരണക്കേട് വന്നവനല്ല എന്തോ ഉണ്ടാകുന്നു? മരണമുള്ളവൻ എന്തോ ഉണ്ടാകുന്നു? ന്യായവിധി. ഒരിക്കൽ മരിക്കാൻ ഞാൻ ഏത് മരണം? അത് അനുസരണക്കേട് എന്ന മരണം. അത് ശരീരമരണത്തെ കുറിച്ച് അല്ല. ഏതാ? യോഹന്നാൻ എബ്രായർ 9:27 അവിടെ പറയുന്ന മരണം ശരീരമരണത്തെ കുറിച്ചല്ല പറയുന്നത്. അവിടെ പറഞ്ഞത് ആദാമിൽ കൂടെയുള്ള ആത്മമരണം. അതാണ് ഒരിക്കൽ മരിക്കയും. ഒരിക്കൽ മരണവുമല്ല, ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ. 28ാമത്തെ വാക്യം. രക്ഷിക്കപ്പെട്ടവരുടെ കാര്യം 28ാമത്തെ വാക്യത്തിലുണ്ട്. തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി പാപം കൂടാതെ 2ാമത്തെ അവൻ 2ാമത്തെ ഗണത്തിന് എന്തുകൊണ്ട് ന്യായവിധിയില്ല, രക്ഷ അവിടെ ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. 2 ഗണത്തെ എഴുതിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ 27ാമത്തെ വാക്യം മാത്രം പിടിച്ചിട്ട് പറയും എല്ലാ മനുഷ്യനും ന്യായവിധി ഉണ്ട്. സോറി, രക്ഷിക്കപ്പെട്ടവൻ എന്തോ ഇല്ല. ഇപ്പോൾ ക്രിസ്തുയേശുവിനുള്ള എന്തോ ഇല്ല, ഒരു ശിക്ഷാവിധിയും ഇല്ല. വിശ്വാസമുണ്ടോ? ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. പിന്നെ ന്യായവിധി ഉള്ളത്? ന്യായവിധി ഇല്ലെന്ന് യോഹന്നാൻ 2 വാക്യം. പിന്നെ റോമർ 8:1 എന്തോ എഴുതിക്കുന്നത്? ഒരിക്കൽ അല്ല ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയിൽ. അങ്ങനെ വരുമ്പോൾ എബ്രായർ 9:27 ശരീരമരണമല്ല, അത് ആത്മമരണമാണ്. ഞാൻ ഓരോരുത്തർക്കും പോയി തിരുത്തുന്നുണ്ട്. പക്ഷെ മരണ വീട്ടിൽ കയറി നമ്മുടെ പാസ്റ്റർമാർ ഈ ഒരു വാക്യം എടുക്കും. നമുക്കെല്ലാവർക്കും മരണമുണ്ട്, നമുക്കെല്ലാവർക്കും ന്യായവിധിയുണ്ട്. സ്വതം എന്നോട് ക്ഷമിക്കണേ ദൈവമക്കളെ. വാസ്തവമായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയെ നിൽക്കുന്ന ക്രൂശന്റെ ചോട്ടിൽ പുസ്തകം കഴുകപ്പെടുന്ന
പരിശുദ്ധാത്മാവല നിറയപ്പെട്ട വിശുദ്ധയോ നയിക്കുന്ന ഒരു ദൈവ പൈതലിന് എന്തോ ഇല്ല, ന്യായവിധിയില്ല. കാരണം അവൻ മരിച്ചിട്ടില്ല. എന്തുവാ? അവൻ മരിച്ചിട്ടില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാൽ ജീവിക്കും. ജീവിച്ചിരുന്നിൽ വിശ്വസിക്കുന്ന ആരും ഒരു നാളും മരിക്കയില്ല. അങ്ങനെ തന്നെ ചോദിക്കുന്നത്. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്ന ആരും, എവിടാ വാക്യം? യോഹന്നാൻ 11:25 വാക്യമാ. എന്താ അങ്ങനെ എങ്ങനെ യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. രക്ഷിക്കപ്പെടുന്ന അർത്ഥമാ. അതായത് രക്ഷിക്കപ്പെട്ട വിശുദ്ധയോ നയിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കില്ല. അടിവരയിട്ടോ. ആദ്യം പറഞ്ഞത് മരിച്ചാലും ജീവിക്കുമെന്ന് പറഞ്ഞത് രക്ഷിക്കപ്പെടുക എന്നുള്ള പദത്തില. 2, രക്ഷിക്കപ്പെട്ടവൻ കൃപയിൽ തന്നെ നിന്നാൽ അവൻ ഒരു നാളും മരിക്കയില്ല. പിന്നെ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി എന്ന് പറയുമ്പോൾ ആർക്കുള്ളതാ? രക്ഷിക്കപ്പെടാത്തവർക്കുള്ള. എന്റെ ദൈവമേ, ഓരോ മരണ വീട്ടിൽ ചെന്ന് തട്ടിവിടുന്ന് കേൾക്കണം. സ്വന്തം ദൈവജനത്തെ വേണ്ട പോലെ തിരിച്ചറിയാൻ കഴിയാതെ നിങ്ങൾ ഇനി നാട്ടിൽ ചെല്ലുന്നുണ്ടെങ്കിൽ ഇനി വീണ്ടും വീണ്ടും കേൾക്കും. അപ്പൊ നിങ്ങളിപ്പോ ഈ വാക്യങ്ങളെല്ലാം ഓർത്ത് നിങ്ങളൊന്ന് അയവിറക്കിയാൽ മതി. എന്തുവാ? സ്വത്രം. ന്യായവിധി ആർക്കില്ല? പറഞ്ഞേ, ന്യായവിധി ദൈവമക്കൾക്കില്ല. ന്യായവിധി ദൈവമക്കൾക്കില്ല. ന്യായവിധി എന്ന് പറയുന്നത് വെള്ളസിംഹാസനത്തില. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ നിൽക്കുമോ? നമുക്കുള്ളത് ന്യായാസനമാ. ന്യായാസനത്തിലുള്ളത് എന്തുവാ? പ്രതിഫലമാ. ന്യായാസനം എവിടെയാ? മേഘമണ്ഡലത്തില. സഭ എവിടെ ചെല്ലുമ്പോൾ സഭയ്ക്കാണ് എന്തുകൊണ്ടാണ് ന്യായാസനം. ന്യായവിധി എന്ന് പറഞ്ഞാൽ 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞിട്ട് സ്വതം ആ പുതുവാന ഭൂമിക്ക് മുമ്പായിട്ട് ഉണ്ടാകുന്ന ഒന്നാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിൽക്കുക. ഇതെല്ലാം പറയുന്നു. ഇത് പറഞ്ഞായിരുന്നു. ഇത് പറഞ്ഞില്ലേ? ഇത് പറഞ്ഞാൽ എബ്രാഹിം എടുത്തായിരുന്നു. അപ്പൊ നമ്മളെ ഓരോ ഭാഗം ക്ലീൻ ചെയ്ത് പോട്ടെ. ഞാൻ ഈ പറഞ്ഞ ഭാഗം വരുന്നുള്ളത് നമ്മൾ ഈ ധൂപപീഠത്തേക്ക് ഇപ്പൊ കർത്താവ് നമുക്ക് വേണ്ടി സദാ പറഞ്ഞേ. ഒരിക്കലും പറഞ്ഞ 9:27 വാക്യം ഒന്നുകൂടെ വായിച്ച്. അല്ല സോറി, നമ്മളെ വായിച്ച 7:25 ഒന്ന് വായിച്ച്. 7:25 പിടിച്ചാൽ നമ്മൾ ഈ വന്നത് 5-ാം അധ്യായത്തിൽ. ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ഈ വാക്യത്തെ ബേസ് ചെയ്താണ് ഞാൻ 5-ാം അധ്യായത്തിൽ കയറുതും 9-ാം അധ്യായത്തിൽ കയറുതും. ഏത് വാക്യത്തെ ബേസ് ചെയ്താ? നിങ്ങളെല്ലാരും ഇവിടെ ഉണ്ടോ? ഈ 7:25 വാക്യത്തിൽ യേശു ക്രിസ്തു പറഞ്ഞേ, സദാ പക്ഷപാതം ചെയ്യുന്നവനും നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനുമാകുന്നു. കാരണം നമ്മുടെ കർത്താവ് അങ്ങനെയുള്ളവനല്ല, ബലഹീനത പൂണ്ടവൻ അല്ല. നമ്മുടെ കർത്താവ് നമ്മുടെ ബലഹീന ശരീരത്തിന് സാദൃശ്യമായ ശരീരത്തിൽ വന്നു എന്നുള്ള സത്യമാണ്. നമ്മൾ ബലഹീനത ഉള്ളവരാകൊണ്ട് നമുക്ക് തുല്യമായ ശരീരത്തിൽ വന്നു. ഒരു ബലഹീനനെ പോലെ താൻ എന്ത് ചെയ്തു? മനുഷ്യന്റെ നോട്ടത്തിൽ ഒരു ബലഹീനനെ പോലെ താൻ ക്രൂശിക്കപ്പെട്ടു, അല്ലെ? ക്രൂശിക്കപ്പെടുമ്പോൾ മനുഷ്യന്റെ നോട്ടത്തിൽ എന്തുവാ? ബലഹീനത. പക്ഷെ ഒരു ദൈവപരന്റെ നോട്ടത്തിൽ ക്രൂശിക്കപ്പെടുമ്പോൾ ശക്തിയാ. മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? ഞാനിപ്പോ ഈ ക്രിസ്തു സദാ പക്ഷപാതം ചെയ്യുന്ന അല്ലെങ്കിൽ ധൂപപീഠത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ ആ ഈ വിഷയത്തേക്ക് എല്ലാം കയറി വന്ന അവിടെ കൂടാ. ഞാനിപ്പോ പറഞ്ഞത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം നോക്കിയേ. 1 കൊരിന്ത്യർ 1:25. പൗലോസ് വർണ്ണിക്കുകയാണ് ക്രൂശ് മരണത്തെ കുറിച്ച് വർണ്ണിക്കുന്നത്. ക്രൂശ് മരണം മിടുക്കന്മാർ നോക്കുമ്പോൾ അല്ലെങ്കിൽ ജ്ഞാനികൾ നോക്കുമ്പോൾ ഇതൊരു ബലഹീനതയാണ്, ഇതൊരു ഫോഷത്വമാണ്, അല്ലേ? ഒരാൾക്ക് വേണ്ടി മരിച്ചാലും ഇങ്ങനെ എല്ലാരും രക്ഷപ്പെടുന്നു, അല്ലേ? നമ്മൾ അതിന്റെ 23-ാമത്തെ വാക്യം പോലും വായിച്ചേ.
ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. പ്രസംഗിക്കുന്നു. ആ യഹൂദന്മാർ കിടർച്ചയും ആ ജാതികൾക്ക് പോഷത്വവുമെങ്കിലും ആ യഹൂദന്മാരാകട്ടെ ആ യവനന്മാരാകട്ടെ ആ വിളിക്കപ്പെട്ട ഏവർക്കും ആ ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ദൈവശക്തിയും ദൈവജ്ഞാനവും. യേശു ക്രൂശിക്കപ്പെട്ടവൻ രണ്ട് കാര്യം കിട്ടി നമുക്ക്. എന്താ കിട്ടിയ പറഞ്ഞേ? ഒന്ന് ദൈവശക്തി, രണ്ട് ദൈവജ്ഞാനം. എന്താണ് ദൈവശക്തി? അനുസരണക്കേടിന് പ്രായച്ചിത്തം വന്നതുകൊണ്ട് ദൈവത്തോട് അടുക്കാൻ കഴിയാത്ത നമുക്ക് ഏത് സമയത്തും ദൈവത്തോട് അടുത്തു ചെല്ലാൻ കഴിയുന്നു. പല നിയമത്തില് ദൈവത്തോട് അടുത്ത് ചെല്ലാൻ കഴിയത്തില്ലായിരുന്നു. ആണ്ടിലൊരിക്കൽ മാത്രം ഈ മഹാപുരോഹിതൻ, ഈ ദൈവം അവിടെ പ്രത്യക്ഷപ്പെടുന്നത് ഈ അധിപതിക്കുന്ന സ്ഥലത്തെ ഒരു നിയമപ്പെട്ടമുണ്ട്. അതിന് മണ്ടയ്ക്ക് കൃപാസനമുണ്ട്. കൃപാസനത്തിൽ രണ്ട് കെരൂബുകൾ അതിന് വെച്ചിട്ടുണ്ട്. ഇതിന്റെ നടുവിലാണ് തമ്പുരാൻ ഇറങ്ങി വരുന്നത്. കാരണം സ്വർഗത്തിൽ കെരൂബുകളുടെ നടുവിലാണ് കർത്താവ് ഇരിക്കുന്നത് കൊണ്ട് കെരൂബുകളുടെ നടുവിലാണ് ഇറങ്ങി വരുന്നത്. ഇറങ്ങി വരുന്നതുകൊണ്ട് ജനത്തിന് എന്താ ചെയ്യാൻ കഴിയത്തില്ല. ജനം പ്രാകാരം വരെ വന്നേച്ച് പോന്നു. പുരോഹിതന്മാരെവിടം വരെ വരുന്നു? വിശുദ്ധ സ്ഥലം വരെ വന്നേച്ച് പോകുന്നു. മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ മാത്രം അടിപരിശുദ്ധം ഭയപ്പെട്ട് കയറി ചെല്ലുന്നു. എന്താ ഭയപ്പെട്ട് ചത്തുപോകുമോ ഇല്ലയോ എന്നുള്ള ഭയം. ഏത് ഭയമാ? ദൈവമേയല്ല. ഞാൻ കഴിഞ്ഞ ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 71 മുതൽ ഉള്ള വാക്യം എടുത്തായിരുന്നോ? ഇല്ല, എടുത്തില്ല. ഒന്ന് വാക്യം നിങ്ങൾ ഈ വാക്യത്തെ ബേസ് ചെയ്ത് പോകുന്ന വാക്യം ഒന്നാമത് ലൂക്കോസ് സുവിശേഷം 1-ന്റെ 71 മുതൽ 75 വരെയുള്ള വാക്യം വായിച്ചേ. ആ ആ അടുത്തേ പിതാക്കന്മാരോട് കരുണ കാണിപ്പ്. ആ ശത്രുക്കൾ പിശാചിന്റെ ബന്ധനങ്ങളിൽ രക്ഷിക്കപ്പെട്ട് നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ മറ്റേ ആണ്ടിലൊരിക്കൽ പേടിച്ച് ചെല്ലുമ്പോൾ ആയുഷ്കാലം മുഴുവനും ഏതു നേരത്തും നമ്മുടെ ആയുസ് മുഴുവനും ഭയം കൂടാതെ പറഞ്ഞേ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്നും ഹലേ ദാവീദൻ മുഖാന്തരം ആ ആ ആ എന്ന് പറഞ്ഞാൽ യേശുവിനെ തന്നിരിക്കുക. നമുക്ക് എന്തോ തന്നു പറഞ്ഞേ? ആയുഷ്കാലം മുഴുവനും. ക്രൂശിലെ മരണം ദൈവശക്തിയാണ്. കാരണം നമുക്കേതു നേരത്തും പറഞ്ഞേ ഭയം കൂടാതെ തിരുമുമ്പിൽ നമുക്ക് അടുത്തിന് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ വേണ്ട പുത്രത്വത്തിന്റെ ആത്മാവിനാൽ നമ്മെ കൊണ്ടുവന്ന് എത്തിച്ചു. തീർന്നില്ല. അവിടെ ഒരു പദപ്രയോഗമുണ്ട്. നീതിയിലും വിശുദ്ധിയിലും ഒരു പദമാണ്. നീതിയിലും വിശുദ്ധിയിലും ആ പദത്തിന്റെ അവിടെ നിങ്ങൾ അവിടെ വരച്ചിട്ട് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം എഴുതിയ കുഴപ്പമില്ല. എന്താ? നീതിയും വിശുദ്ധിയും. അതിനെ നിർവചനം കൊടുത്തേക്കുന്ന ഇവിടെ എഫേസ്യർ 4:20. ഒരിക്കലും മറക്കരുത്. കണ്ടോ? നമ്മൾ ദൈവസന്നിധി വരുമ്പോൾ നമുക്ക് എന്തോണ്ട് പറഞ്ഞേ? നീതിയും വിശുദ്ധിയും ഉണ്ട്. കാരണം എന്തുവാ? നമ്മൾ ക്രൂശിലെ രക്തത്താൽ നമ്മൾ കഴുകപ്പെട്ടിട്ട് അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പൊ നമുക്ക് എന്തുണ്ടാന്ന് പറഞ്ഞേ? നമ്മുടെ അകൃത്യം പോയി, ലംഘനം പോയി, നമ്മുടെ പാപം പോയി. നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്ന ഒരു കർത്താവ് നമ്മെ പൂർണ്ണമായി രക്ഷിച്ച് നിൽക്കുന്നത് കൊണ്ട് സ്വത്രം ഈ ആകാശത്തിൽ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ തന്റെ രക്തത്താൽ നമ്മളെ കഴുകി എന്ത് ചെയ്യുക പറഞ്ഞ് കൃപാസനത്തിലേക്ക് ചെല്ലുവാനുള്ള ധൈര്യം നമുക്ക് തന്നിരിക്കുക. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആ ഒരു വാക്യമാണ് നമ്മളിവിടെ വായിച്ചത്. ഇവിടെ വായിച്ചത് നീതിയിലും വിശുദ്ധിയിലും ആയുഷ്കാലം മുഴുവനും ഭയം കൂടാതെ തിരുമുൻപിൽ ആരാധിപ്പാൻ കൃപ. എഫേസ്യർ 4:24 നോക്കിയേ. അടിവരയിടണം. സത്യത്തിന്റെ ഫലമായ
സത്യം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ക്രൂശ് മരണം മൂലം നമുക്ക് ലഭിച്ച നീതിയും വിശുദ്ധിക്കും പറഞ്ഞ പേര് ദൈവത്തിന്റെ സ്വരൂപവും ദൈവത്തിന്റെ സാദൃശ്യവും. എന്തുവാ? ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട. ഇനി അതിന്റെ 22 പോലെ മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വശലായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. അതിനർത്ഥം മൗവമാർക്ക് അനുസരണക്കേട് കാണിച്ചപ്പോൾ എന്ത് നഷ്ടപ്പെട്ടു? സ്വരൂപവും സാദൃശ്യവും നഷ്ടപ്പെട്ടു. യേശു പറഞ്ഞ് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുക. അർത്ഥം എന്തുവാ? പിതാവിന്റെ സ്വരൂപവും സാദൃശ്യവും അതുപോലെ നിലനിർത്തുന്ന ക്രിസ്തുവേ ഉള്ളൂ. തെളിവെന്തുവാ? എബ്രായ ലേഖനം 5:7. വീണ്ടും എബ്രായ ലേഖനം 5 ക്രിസ്തു തന്റെ ഐക്യ ജീവിതകാലത്ത് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അപേക്ഷ അപയാരം കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. തന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ചതായത് തനിക്ക് അനുസരണക്കേട് ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ നീതിയും വിശുദ്ധിയും നഷ്ടപ്പെട്ടില്ല. മൗവമാർക്ക് എന്തോ ചെയ്തു? നീതിയും വിശുദ്ധിയും നഷ്ടപ്പെട്ടു. നമ്മളിവിടെ വായിച്ചു 7:25 വായിച്ചുകൊണ്ടുവാ. പൂർണ്ണമായി രക്ഷിപ്പാൻ. അർത്ഥം എന്താ? നമുക്കെന്തോ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യവും തന്ന് അതുകൊണ്ട് നമുക്ക് മൗവമാർ അനുസരണക്കേട് കാണിക്കുന്നതിന് മുമ്പ് ദൈവമുഖത്തേക്ക് നോക്കി ദൈവവുമായി കൂട്ടായ്മ ആചരിച്ച പോലെ കൂട്ടായ്മ ആചരിപ്പാനുള്ള അവകാശം നമുക്ക് തന്നു. ന്യായപ്രമാണത്തിലുള്ള ആർക്കും കിട്ടിയിട്ടില്ല അല്ലേ? റോമാലയൻ 8:3 പറഞ്ഞത് ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തം വെച്ചു പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ഹല്ലേലൂയ. യേശു നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തു. യേശു നമ്മുടെ പാപങ്ങളെ ചുമന്നു. യേശു നമുക്ക് വേണ്ടി സദാ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക? മധ്യസ്ഥത അണച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നമ്മളൊരിക്കലും സംശയിക്കരുത്. നമ്മളൊരിക്കലും തളർന്നു പോകൽ. നമ്മളൊരിക്കലും ക്ഷീണിച്ചു പോകൽ. ചിലപ്പോ ജീവിതത്തിൽ പരിശോധനകൾ വരാം. എന്തുവാ? പരിശോധനകൾ വരാം. പരിശോധനകൾ നന്മയ്ക്കാണ്. പരിശോധനകൾ ദോഷത്തിനല്ല. പരിശോധനകൾ കർത്താവ് നമ്മൾ അടുത്തുണ്ടെന്ന് നമ്മളെ കഴുകുന്നു മനസ്സിലാക്കാൻ വേണ്ടിയാ. നമ്മളിപ്പം ചിന്തിക്കുക, ഒരു പ്രശ്നം വന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വിശ്വാസത്തിന്റെ ആഴം അനുസരിച്ചാണ് പ്രാർത്ഥനയ്ക്ക് താമസം കൂടുന്നത്. മനസ്സിലായില്ല? ഒന്നുകൂടെ പറയാം. ഉദാഹരണം, എനിക്കൊരു രോഗം വന്നു, ഒന്ന് കൂട്ടിക്കോ. പ്രാർത്ഥിച്ചു, ഒരു പാസ്റ്റർ വിശ്വസിച്ചു സൗഖ്യമാണെന്ന് പറയുക. ഞാൻ സൗഖ്യമായില്ലെന്ന് കൂട്ടിക്കോ. ഞാൻ വിശ്വസിച്ചു സൗഖ്യമായെന്ന് വിശ്വസിച്ചുകൊണ്ട് പിന്നെ മരുന്ന് ചെയ്യുന്നില്ലെന്ന് കൂട്ടിക്കോ. ഏതാ വലിയ വിശ്വാസം? സൗഖ്യമായുമില്ല, പിന്നെ രോഗത്തിൽ തന്നെ നടക്കുക. അന്നേരം സൗഖ്യമാകണം നിർബന്ധമൊന്നും ഇല്ല. ആ രോഗം എന്നെ വഹിച്ചുകൊണ്ട് നിൽക്കുക. കാരണം നമുക്ക് നല്ല ധൈര്യമാണ്. കാരണം എന്താ? യേശുവിന്റെ പ്രാർത്ഥന കേട്ടു അല്ലെ? അത് വെളിപ്പെടുന്ന നിമിഷം ഉണ്ട്. അതുവരെ ഞാൻ എന്തോ ചെയ്യും? ക്ഷമയോടെ അതിനു വേണ്ടി കാത്തിരിക്കും. ഈ വിശ്വാസം വലിയ വിശ്വാസം. എല്ലാവരും ഇവിടെ ഉണ്ടോ? അന്നേരം കിട്ടുന്ന മറുപടി, ഞാൻ ഉദാഹരണം, അന്നേരം മറുപടി കിട്ടിയാലേ വിശ്വാസമാണെന്നുള്ളത് തെറ്റാണ്. എന്റെ പരിശോധനയുടെ സമയം ഒരല്പം താമസം വന്നാൽ, യാക്കോബ് 1:1 വായിച്ചേ. യാക്കോബ് 1:1 വായിച്ചേ. പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നുവെന്ന് അത് അശേഷം സന്തോഷമെന്ന് എന്നാൽ ഒന്നിന് കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണ്ണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. പാടുള്ള കാര്യം അല്ലേ? നമ്മുടെ വിഷയത്തിനോ വിടുതലില്ല. നമ്മളെന്തോ ചെയ്യുക?
വിശ്വാസത്തോടെ കർത്താവിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തോടെ ആ ഒരു പ്രവൃത്തി ചെയ്തു പോവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരാണ് ശരിയായ വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസം ഞാൻ ഉദാഹരണം പറയാം. ഈ കൃപാവരങ്ങൾ എത്ര ഉണ്ടെന്നറിയാം? കൃപാവരങ്ങൾ എത്ര ഉണ്ട്? 23 ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ട കൃപാവരങ്ങൾ 9 എണ്ണമാണ് പറയുന്നത്. എന്തുവാ? പ്രധാനപ്പെട്ട കൃപാവരങ്ങൾ ഒന്നിച്ചു പറയുന്ന 9 എണ്ണമാണ്. അല്ലാതെ നമ്മൾ ഇങ്ങനെ എണ്ണി പോകുന്ന ഒത്തിരി ഉണ്ട്. അത് പറയുന്ന ഒരു ഭാഷമുണ്ട്, ഒരിടത്തുണ്ട്. ഇവിടെ പറയുന്നറിയോ? 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യത്തിൽ. കറക്റ്റ്, പാസ്റ്റ് അത് കറക്റ്റായിട്ട്. എന്താ ചെറുതാണെങ്കിൽ അത് ശ്രദ്ധിക്കില്ല. എന്താ ഒന്നാമത്തെ കൃപാവരം എന്തുവാ? ഞാൻ ഇവിടെ പറഞ്ഞോ? ഇല്ലല്ല, പറഞ്ഞാലല്ലേ? കാരണം ഈ പെന്തക്കോസ്തുകാർ പാസ്റ്റർ പറഞ്ഞു കൊടുത്തേ മനസ്സിലാവുള്ളൂ. എന്താ പെന്തക്കോസ്തുകാരിലേക്കുന്ന ആകെ 2 കൃപാവരെ ഉള്ളൂ. 1 പ്രവചനം, 2 രോഗശാന്തി. അന്യഭാഷ കൃപാവരമൊന്നുമല്ല. 1 പ്രവചനം, 2 രോഗശാന്തി. പിന്നെ ഒരു കൃപാവരം ഇല്ല. പക്ഷെ ഒന്നാമത്തെ കൃപാവരം ജ്ഞാനത്തിന്റെ വചനം, പരിജ്ഞാനത്തിന്റെ വചനം, വിശ്വാസം. ഇത് 3 നിത്യതയിൽ എത്തിക്കുന്ന. ഞാൻ വിശ്വാസത്തിന്റെ പരിശോധന പറഞ്ഞുകൊണ്ടാ ഞാനീ പറഞ്ഞ ഇവിടെ വിശ്വാസത്തിന്റെ കൃപാവരമുണ്ട് അല്ലേ? വിശ്വാസം എന്ന കൃപാവരമുണ്ട് അല്ലേ? വിശ്വാസം എന്ന കൃപാവരത്തിൽ ഒരുപാട് കാര്യം നടക്കും അല്ലേ? അത് പറയാൻ വേണ്ടി ഇവിടെ വന്നത്. എന്താ ഇപ്പം യാക്കോബ് ലേഖനത്തിൽ പറയുവാൻ എന്റെ വിശ്വാസം എന്തുകൊണ്ടാണ് പറഞ്ഞ് സ്ഥിരത ഉണ്ടാകുന്ന വിശ്വാസമായിരിക്കണമെന്ന്. വിട്ടുവിട്ടു പോകുന്ന വിശ്വാസമല്ല. ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ആദ്യമൊക്കെ കറക്റ്റായിട്ട് കേൾക്കും. കുറച്ച് കഴിയുമ്പം ദൈവം നമ്മളെ പെട്ടെന്നൊന്ന് നിൽക്കും. നമ്മൾ എവിടെ വരെ വളർന്നെന്ന് അറിയാം. നമ്മൾ ഇച്ചിരി വളർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഒരു വീട്ടിലെ കൊച്ചു കുഞ്ഞുമുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ തന്നെ 2 പിള്ളേരുണ്ട്. ഒന്നിന് 3 വയസ്സുമുണ്ട്, ഒന്നിന് 9.5 വയസ്സുമുണ്ട്. 10 വയസ്സാകുമ്പോൾ ഈ ഒക്ടോബറിൽ 10 വയസ്സാകും. ഒന്നിന് 3 വയസ്സ് കഴിഞ്ഞു. നമ്മൾ ഏതിനെയാ കൂടുതൽ ശ്രദ്ധിക്കുന്നത്? എന്നാ മറ്റൊരു സ്നേഹമില്ല? ഉണ്ട്. മറ്റേ സ്നേഹം കുറവില്ല ഉണ്ടോ? ഒരു കുറവില്ല. പക്ഷെ ഏതിനാ നോക്കുന്നത്? ഇതാ ദൈവം നമ്പരാനും ചെയ്യുന്നു. വല്ലതും പിടികിട്ടി? എന്തുവാ? ഇതാ ദൈവം നമ്പരാനും ചെയ്യുന്നത്. നമ്മളെ വിശ്വാസം എന്ന് പറയുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് നമ്മളെ ദിനതോറും വളർന്ന് വരുന്തോറും ചിലപ്പം 6 മാസം കൊണ്ട് കിട്ടേണ്ട പ്രാർത്ഥനയ്ക്ക് ചില മറുപടി കിട്ടുന്ന 1.5 കൊല്ലം 2 കൊല്ലം കഴിയുമ്പോഴാ. ചില അന്നേരവും കിട്ടിയില്ലെന്നിരിക്കും. പക്ഷെ മറുപടി തരാതിരിക്കത്തുമില്ല. പക്ഷെ അതിന്റെ പ്രതിഫലം കൂടെ ഉണ്ട് കേട്ടോ. ഏതിനാ? പറഞ്ഞേ വിശ്വാസത്തിന് വേണ്ടി നമ്മൾ സ്ഥിരതയോടെ നിൽക്കുന്നതിന് പ്രതിഫലമുണ്ട്. ഒന്നാമത് സ്ഥിരതയോടെ നിൽക്കുന്നവർ തോറും നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധം വർദ്ധിക്കുക. സ്തോത്രം. നമ്മൾ തളർന്നു പോകല്ല. എന്താ അവിടെ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. നമ്മൾ ചെയ്യരുത്, തളർന്നു പോകാൻ. അവിടെ കർത്താവ് മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്ന വിശ്വാസിയെ കുറിച്ച് പറയാ. ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് നമ്മൾ ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായം. ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായത്തിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്ന ഒരു ഉപമ പറഞ്ഞു. 7-ാമത്തെ വാക്യം. എന്നാൽ മനുഷ്യപുത്രം വരുമ്പോൾ ഭൂമി, അതാ ഇപ്പോഴത്തെ ബന്ധുക്കോസാരുടെ കാര്യമാണ്. ബന്ധുക്കോസാർ ആരാധിച്ചു എന്നിങ്ങനെ പോവുക. അല്ല ദൈവനൊന്നും അകത്ത് കയറുന്നില്ല. പിന്നെ എന്തോ ഇല്ല. അപ്പം മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്ന കാര്യത്തിലേക്ക് എത്തത്തില്ല. കാരണം ആരാധിച്ചെന്തോ ചെയ്യുക. എല്ലാവർക്കും വിടുതൽ കിട്ടുമോ?